നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹർദ്ദമായ സ്വാഗതം. അൻസിബ ഹസൻ തന്നെയാണ് ഇന്നത്തെ വിഷയം. കാരണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് എവിടെ നിന്നാണ് തുടക്കമിട്ടത്, ഇത് എങ്ങനെയാണ് അൻസിബയിലേക്ക് വന്നത്, ഇവിടെ ആരൊക്കെയാണ് ചേരി തിരിഞ്ഞ് ആക്രമിക്കുന്നത്, എന്തുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ ഈ പറയുന്ന അൻസിബയ്ക്കെതിരായിട്ട് പരാതി കൊടുത്തത്, ഇതിൽ ലക്ഷ്മിപ്രിയക്ക് എതിരായിട്ട് അൻസിബ അയച്ചു എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്താണ്, ആ മെസ്സേജിനെ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനോടൊപ്പം ഇപ്പോ ഈ പറയുന്ന അൻസിബ കൊടുത്ത പരാതിയിൽ ആർക്കൊക്കെ എതിരായിട്ടാണ് ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡും അതുമല്ല തൃപ്പൂണിത്തുറ എസ് ഐ, വനിതാ എസ് ഐ, ഈ 3 പേർക്കെതിരായിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചു, എന്നെ ഭീഷണിപ്പെടുത്തി, ഈ മാപ്പപേക്ഷ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ നിർബന്ധപൂർവ്വം എഴുതി വാങ്ങിച്ചു, അതിൽ പലതും എഴുതി ചേർത്തു എന്നൊക്കെയാണ് അൻസിബയുടെ പരാതി. അതിനോടൊപ്പം എന്താണ് 1 കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്നാണ് അൻസിബ പറയുന്നത്. ആ വാർത്ത നമുക്ക് ലാസ്റ്റ് വെക്കാം. ഓക്കെ, അത് മുഖ്യമന്ത്രിക്കും ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ ഈ പരാതി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി എവിടെ വെച്ചാണ് ഈ ഒരു തുടക്കം? അതുമല്ല, അൻസിബ ഒരു മെസ്സേജ് അയച്ചുള്ളൂ. ആ മെസ്സേജ് എന്തായിരുന്നു? ആരുമായിട്ട് ആ മെസ്സേജ്, അതൊരു സംഭവം വയ്ക്കാം, ആരുമായിട്ട് നീ ഫോട്ടോ എടുത്തില്ല, ഞാൻ കണ്ടു. അത് കണ്ട ഉടനെ എന്തുകൊണ്ട് ഇവർക്ക് കുരുപൊട്ടി? ആരുമായിട്ടാണ് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ ഗൾഫിൽ വെച്ച് ഫോട്ടോ എടുത്തത്, ദുബായിൽ വെച്ച് ഫോട്ടോ എടുത്തത് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ തുടക്കം എന്താ, എങ്ങനെയാണ് ഇതൊക്കെ വന്നത് എന്ന് എനിക്ക് മനസ്സിലായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇതില് 2 ഗ്രൂപ്പ് ഉണ്ട്. ഇതിനകത്ത് 2 ഗ്രൂപ്പ്. ഒന്ന് അൻസിബ, നീന കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നടങ്ങുന്ന ട്രഷററായ ഉണ്ണി ശിവപാൽ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. മറ്റത് ടിനി ടോം, പ്രസിഡന്റായ ശ്വേതാ മേനോൻ, ലക്ഷ്മിപ്രിയ അടങ്ങുന്ന മറ്റൊരു ഗ്രൂപ്പ്. പിന്നെ മുന്നിലോട്ട് വരാത്ത കുറച്ച് പേരും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് പിന്നീട് ദല്ലാൽ നന്ദകുമാറിൽ നിന്ന്, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ നിന്ന് എന്താണ് ഈ പറയുന്ന പൈസ 25 ലക്ഷം രൂപ സേതോ മേനോൻ വഴി, അല്ലെങ്കിൽ സേതോ മേനോൻ മുൻകൈ എടുത്തുകൊണ്ട് 75 ലക്ഷം രൂപ ഈ അമ്മയുടെ ഒരു പരിപാടിക്ക് എന്താണ് സ്പോൺസർഷിപ്പായിട്ട് വാങ്ങുന്നു. അത് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുന്നു, ഇന്നതുപോലെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ യെസ് എന്ന് പറയും, ഇല്ലാത്തവർ നോ എന്ന് പറയാ എന്ന് പറയുമ്പോൾ ഇവിടെ അൻസിബയാണ് ആദ്യം എണീറ്റ്, ഇല്ല ഇത് ശരിയല്ല, ഇങ്ങനെ ഒരു അമ്മ സംഘടന ഏതെങ്കിലും മതപരമായ ഒരാൾ സ്പോൺസർ നൽകുന്നത് ശരിയല്ല, വേണമെങ്കിൽ നമുക്ക് അവരുടെ പിന്നീട് ഡൊണേഷൻ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാം, അല്ലാതെ ഈ പറയുന്ന സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് അത് തെറ്റാണ് എന്ന് അൻസിബയാണ് ആദ്യം അവിടെ എതിർക്കുന്നത്. അതിനാർക്ക് ക്ഷീണമുണ്ടായി? ഈ പറയുന്ന സേതാ മേനോന് ക്ഷീണമുണ്ട്. കാരണം സേതാ മേനോനാണല്ലോ കൊണ്ടുവന്നത്. ഇതിന്റെ കൂട്ടത്ത് ഈ പറയുന്ന നമ്മുടെ ദല്ലാൽ നന്ദകുമാർ അവൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് പല ഉടായ്പ പരിപാടികളും നടക്കുന്നുണ്ടാവാം. ഈ സേതാ മേനോന് ഇതുവഴി പല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം സേതാ മേനോന്റെ കൂടെ നിൽക്കുന്നവർ. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇത് വെച്ച് ഇവർ തമ്മിൽ ഭയങ്കര രീതിയിലുള്ള വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പിന്നെ കണ്ണുകടി അല്ലെങ്കിൽ ഇവർക്ക് അൻസിബയോട് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചിട്ട് എന്ത് ചെയ്തു? ഈ ഒരു സംഭവം പാസ്സാക്കിയ പൈസ വാങ്ങുന്നത് 30 ലക്ഷം വാങ്ങുകയും ചെയ്ത. ഓക്കെ, ഇതിനു മുമ്പ് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് മറ്റൊരു സംഭവം നടന്നു. ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അൻസിബ ലക്ഷ്മിപ്രിയയ്ക്ക് അയച്ച ഒരു മെസ്സേജാണ് പ്രശ്നം. ആ മെസ്സേജിനെ എടുത്തുകൊണ്ടാണ് ഇവിടെ വീണ്ടും കേസ് കൂടി. എന്താണ് ലക്ഷ്മിപ്രിയയ്ക്ക് ഈ പറയുന്ന നമ്മുടെ ആരയച്ചത്, അൻസിബ അയച്ചത്? അത് അൻസിബ പറയുന്നത് നമുക്ക് കേൾക്കാം. മേൽ കയറരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആണ് എനിക്കെതിരെ പരാതി വന്നത്. പക്ഷെ അതിന്റെ 1 മാസം മുന്നേ ഞാൻ ഈ വനിതാ എക്സിക്യൂട്ടീവ് മെമ്പർക്ക് ഒരു അയച്ച മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത്, ദുബായി പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടു. ഈ ഒരു മെസ്സേജ് കാരണം അവരുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നത്ര 1 മാസം കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക് വയലൻസ് നടന്നു. ഇത്രയാണ് അൻസിബ ചോദിച്ചത്. അതായത് ദുബായിൽ പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടു. അത് ആ ഒരു മെസ്സേജ് കണ്ട ഉടനെ അങ്ങ് ഈ പറയുന്ന പൊട്ടിപ്പുറപ്പ്, അങ്ങ് ഒരു കുടുംബ കലഹം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് പോലുള്ള ഒരു സംഭവം, ഗാർഹിക പീഡനം നടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആ മെസ്സേജിൽ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അങ്ങനെ ലക്ഷ്മിപ്രിയ ഏതെങ്കിലും ആരുടെങ്കിലും കൂടി ഇപ്പോൾ ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഒരു ഗാർഹിക പീഡനമാണെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാരായിട്ടായിരിക്കുമല്ലോ ആ ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പൊ എങ്ങനെയെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇനി ദുബായിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മെസ്സേജിന് നിങ്ങൾ എന്താ ദുബായിൽ പോയി അങ്ങനെ ആ വ്യക്തിയുമായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടോ, എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടു എന്ന മെസ്സേജ് ആര് കണ്ടു എന്നാ പറയുന്നത്? ഈ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് 1 മാസത്തിന് ശേഷം കണ്ടു എന്നാ പറയുന്നത്. ഇതിനുള്ള ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ബാക്കിയും കൂടി കേട്ടാലേ എന്തുകൊണ്ടാണ് അവർ 1 മാസത്തിന് ശേഷം ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ബാക്കി അൻസിബ പറയുന്നത് കേൾക്കണേ.
അവർക്ക് മുറിവുകളുണ്ട്, പാടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭർത്താവും അവരും തമ്മിൽ ഡൊമസ്റ്റിക് വയലൻസ് ഈ മെസ്സേജ് കണ്ടിട്ട് 1 മാസം കഴിഞ്ഞിട്ട്. കാരണം ഡിസംബറിൽ ഞാൻ ഇവർക്ക് അയച്ച മെസ്സേജ് ഭർത്താവിനല്ല, ഈ വനിതാ എക്സിക്യൂട്ടീവ് അംഗത്തിന് അയച്ച മെസ്സേജാണത്. ഞാൻ അവരോടത്ത് സംസാരിക്കാറുമില്ല. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് എനിക്കെതിരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു മതസ്ഥാപനവും കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ 3ാമത്തെ 4ാമത്തെ ദിവസമാണ് എനിക്കെതിരെ ഇങ്ങനെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട് എന്നെ വിളിച്ചത്. ഇവിടെ നോട്ട് ചെയ്യണം, അതായത് 1 മാസം മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 1 മാസം മുമ്പാണ് ഈ സംഭവം, അതായത് ഈ ഒരു മെസ്സേജ് അയപ്പും അവർക്ക് ഗാർഹിക പീഡനം നേരിടേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത്. 1 മാസത്തിന് ശേഷം ആണ് ഈ ഒരു ക്ഷേത്രത്തിൽ ഡൊണേഷൻ കൊടുക്കുക അല്ലെങ്കിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നടക്കുന്നത്. ആ സ്പോൺസർഷിപ്പുമായുള്ള പ്രശ്നത്തിൽ അൻസിബ എതിർത്തതിന് 3 ദിവസം മുമ്പാണ് 1 മാസം മുമ്പ് അയച്ച മെസ്സേജിൽ പരാതി പോകുന്നത്. അപ്പോൾ ഇവിടെ ആരാണ് പരാതി കൊടുപ്പിച്ചത് എന്ന് ഈ പറയുന്ന അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. അതായത് ശ്വേതാ മേനോനും ടിനി ടോമും അടങ്ങുന്ന ഇവർ തന്നെയാണ് മനഃപൂർവ്വം ഈ പറയുന്ന ലക്ഷ്മിപ്രിയയെ കൊണ്ട് ഈ പരാതി കൊടുപ്പിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. അതിന് സാധൂകരിക്കുന്ന കാരണം ഇതിനകത്ത് അൻസിബ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇത് അമ്മയിൽ പറഞ്ഞിരുന്നോ? ഞാൻ അമ്മയിൽ പറഞ്ഞു. അപ്പോൾ അമ്മയിൽ ഞാൻ പറഞ്ഞു, എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇമേജ് ടാണിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്, ഇത് നിങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടല്ലേ ഞാൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിക്കേണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കണം. 2 ഭാരവാഹികൾ തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണോ? ഓ യു നോ ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് യു നോ വൺ തിങ്, ഞാൻ 75 lakhs പറഞ്ഞതുകൊണ്ടാണ് 75 lakhs ആയത്. ഞാൻ 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി തന്നേനെ. ഇതാണോ സ്പോൺസർ? അല്ല, പ്രസിഡന്റ് പറഞ്ഞതാണ്. ഇതിനകത്ത് എല്ലാം ഉണ്ട് എന്നുള്ളത്. അതായത് ഈ സംഭവം നടക്കുന്നത് 1 മാസം മുമ്പാണ്. 1 മാസം മുമ്പ് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നു. പിന്നീട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന്, ഗാർഹിക പീഡനം ഉണ്ടായി എന്ന് ഈ ലക്ഷ്മിപ്രിയ ഇപ്പം പറയുന്നു. ഇതിന് ശേഷമാണ് ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത്. ഓക്കെ, ഈ സ്പോൺസർഷിപ്പുമായിട്ടുള്ള ബന്ധം നടക്കുകയും ഈ ഒരു പ്രശ്നം നടക്കുകയും അവിടെ അൻസിബ നഖശികാന്തം എതിർക്കുകയും കൂടി ചെയ്തു. അൻസിബയ്ക്കൊരു പണി കൊടുക്കാം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ടിനി ടോമും ശ്വേതാ മേനോനും ഉൾപ്പെടുന്ന അംഗം മറ്റേ പരാതിയിൽ നീ മുമ്പയച്ച ആ മെസ്സേജിൽ നിനക്ക് ഗാർഹിക പീഡനം ഉണ്ടായി എന്ന് പറഞ്ഞൊരു കള്ളക്കേസ് കൊണ്ട് എന്തെങ്കിലും സ്റ്റേഷനിൽ കൊടുക്കണമെന്ന് ഇവർ നിർബന്ധിക്കുന്നു. ഇതിനകത്ത് അൻസിബ പറയുന്നുകൊണ്ട് ഇതിനകത്ത് ആരുടെ പിന്തുണ, പ്രസിഡന്റായ ശ്വേതാ മേനോന്റെ പിന്തുണയോടുകൂടിയാണ് അത് കൊടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശ്വേതാ മേനോനെ ഈ പറഞ്ഞ നമ്മുടെ അൻസിബ വിളിച്ച് പറയുന്നത്, ഇതുപോലെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പറഞ്ഞു തീർക്കണം, അതൊരു കള്ളപ്പരാതിയാണെന്ന് പറഞ്ഞു. ദിസ് ഈസ് നത്തിങ് വിത്ത് അമ്മ, അത് നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു പരാതി എനിക്കെതിരെ ഈ ഇതിലുള്ള ഒരാൾ ഒരു വ്യാജ പരാതി കൊടുത്തു, അത് നിങ്ങൾ അന്വേഷിക്കുമെന്ന് പറയും. ഇത് നത്തിങ് വിത്ത് അമ്മ എന്ന് പറഞ്ഞിട്ട് അവർ എടുത്തു പറയുന്ന കേസ്, ഞാൻ 75 ലക്ഷം ചോദിച്ചത് കൊണ്ടാണ് അത് കിട്ടിയത്. 2 കോടി ആയിരുന്നെങ്കിൽ എനിക്ക് അത് കിട്ടിയത്. അതായത് അവിടെ ഒരു ഊന്നലാണ്, നീ അതിനെ എതിർത്തത് കൊണ്ടാണ് ഈ ഒരു പരാതി വന്നത് എന്നല്ലേ എൻ്റെ അർത്ഥം. നമ്മൾ അൻസിബ വിളിച്ച് പറഞ്ഞേ, നമ്മളുമായിട്ട് ഒരു പരാതി ഉണ്ട്, ലക്ഷ്മിപ്രിയ എനിക്കൊരു വ്യാജ പരാതി കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊന്നും ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നത്തിങ് വിത്ത് അമ്മ, അമ്മയുമായിട്ട് അതിനൊരു ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട്, ഞാൻ അന്ന് 75 ലക്ഷം രൂപ ഞാൻ ചോദിച്ചുകൊണ്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ 2 കോടി ചോദിച്ചെങ്കിൽ 2 കോടി കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നീ അന്ന് എനിക്കെതിരെ പറഞ്ഞില്ലേ, അതുകൊണ്ട് നിനക്കിട്ട് പണിതതാണ് എന്നല്ലേ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. ഉറപ്പായിട്ടും ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ കിടന്നത്. അതായത് ഇവർക്കെതിരായിട്ട് എന്ത് ചെയ്തു, ഈ എവിടെ അതായത് അൻസിബയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിപ്രിയയെ കൊണ്ട് പരാതി കൊടുത്തു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഈ എന്തുകൊണ്ട് അൻസിബ ഇപ്പോൾ ഇവർക്കെതിരെ തിരിഞ്ഞൊരു പരാതി കൊടുത്തു എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യം ഈ ഒരു സംഭവം നടക്കുന്നു, ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട അൻസിബ എതിർക്കുന്നു, അതിന്റെ വാശി തീർക്കാൻ വേണ്ടിയിട്ട് എവരെന്ത് ചെയ്യുന്നു, നേരെ കൊണ്ടുപോയി അൻസിബയ്ക്കെതിരായിട്ട് കള്ളക്കേസ് കൊടുക്കുന്നു. ആ പോലീസുകാരിയെ സ്വാധീനിച്ചുകൊണ്ട്, ആ എസ്ഐയെ സ്വാധീനിച്ചുകൊണ്ട് കള്ളക്കേസ് കൊടുക്കുന്നു. 3 മണിക്കൂർ അവിടെ മാനസികമായിട്ട് അവരെന്ത് ചെയ്ത് പീഡിപ്പിക്കുന്നു. അതിനുശേഷം എന്താണ്, ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭവം എഴുതി ഒപ്പിട്ട് വാങ്ങുന്നു നിർബന്ധപൂർവം. ഓക്കെ, ഇതിനുശേഷം ഇവരെ കൂടെ നിന്ന ഒരാളാണ് ഈ ഉണ്ണി ശിവപാൽ. അതായത് ട്രഷററായ ഉണ്ണി ശിവപാൽ. ആരെ കൂട്ടത്ത് അൻസിബയുടെയും കുക്കു പരമേശ്വരൻ്റെയൊക്കെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നീനാക്കുറുപ്പിൻ്റെയൊക്കെ. ഈ ഉണ്ണി ശിവപാലിനെതിരായിട്ട് ഒരു അവിടുത്തെ ഓഫീസ് മാനേജറായ അതുല്യ ഒരു പരാതി കൊടുത്തു, ഓർമ്മയിട്ടില്ല, ഒരു മാസം മുമ്പ്. ഈ അതുല്യെ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ അതുല്യെ കൊണ്ട്
ഈ ശ്വേതാ മേനോനും ടിനി ടോമും ഉൾപ്പെടുന്ന അംഗങ്ങൾ കൊണ്ട് ഈ അതുല്യെ കൊണ്ട് ഉണ്ണി ശിവപാലിനെതിരായിട്ട് ഒരു പരാതി കൊടുക്കുന്നു. അതിൽ ഈ അതുല്യ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ഉണ്ണി ശിവപാല് പറഞ്ഞു രാത്രി കൊണ്ട് ചായ ഇട്ട് കൊടുക്കണം, ഈ ചായ ഇട്ട് കൊടുക്കണം, അവിടെ തൂത്ത് വരണം, എന്നെ ബാത്റൂം കഴിപ്പിച്ചെന്നൊക്കെയാണ് പരാതി. അതിന്റെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവരൊരു കാര്യം പറയുന്നുണ്ട്, ടിനി ടോം വരുമ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് ഈ അതുല്യ പറയുന്നുണ്ട്. അതിനർത്ഥം ടിനി ടോമും ശ്വേതാ മേനോനും കൂടി ചേർന്നാണ് ആർക്കിട്ട് പണിയുന്നത്? ഉണ്ണി ശിവപാലിന് പണിയുന്നത്. ട്രഷറർ ഉണ്ണി ശിവപാൽ ആരുടെ പക്ഷമായിരുന്നു? ഈ പറയുന്ന നമ്മുടെ അൻസുബയുടെയും നമ്മുടെ കുക്കു പരമേശ്വരന്റെയും അല്ലെങ്കിൽ നീന കുറുപ്പിന്റെ ഒക്കെ പക്ഷമായിരുന്നു. അപ്പൊ ഇവരെ കൂട്ടത്തുണ്ടായിരുന്ന ഒരാളെ ഇവര് എന്ത് ചെയ്തു? ഒരു പണി കൊടുത്തു. ആരെ കൊണ്ട്? അതുല്യ എന്ന് പറയുന്ന ഓഫീസ് മാനേജറെ കൊണ്ട് ഒരു പരാതി കൊടുക്കുകയും ഈ ആദ്യം അതുല്യ എന്ത് ചെയ്തു? പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പരാതി കൊടുത്തു. എന്നിട്ട് ഇവരെല്ലാം കൂടി തീരുമാനിച്ച് അതുല്യെ തിരിച്ചെടുക്കുന്നു. അതുല്യെ തിരിച്ചെടുത്തു. എന്നിട്ട് ഉണ്ണി ശിവപാലിനെ നിർബന്ധിത ലീവിലേക്ക് പറഞ്ഞയക്കുന്നു. മനസ്സിലായോ? അവരെ കൂട്ടത്തുള്ള ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ആദ്യം ഈ അതുല്യെ ഇവരെ തന്നെ അതുല്യെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു. എന്നിട്ട് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അതുല്യെ ആദ്യം ഒന്ന് പിരിച്ചു വിട്ടു എന്ന് പറയുന്നു. പിന്നീട് അങ്ങനെ തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അതുല്യെ തിരിച്ചെടുക്കുന്നു. എന്നിട്ട് അൻസുബയുടെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ണി ശിവപാലിനെ ഇവരെന്ത് ചെയ്യുന്നു? നിർബന്ധിത ലീവിലേക്ക് പറഞ്ഞയക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും വൃത്തികെട്ട പുഴുത്ത വാക്കുകൾ ഈ പറയുന്ന നീന കുറുപ്പിനെ വിളിച്ചിട്ട് പോലും ഒരു നടപടിയും ഇതുവരെക്കായിട്ടും സ്വീകരിക്കാത്ത അമ്മ പ്രസിഡന്റ് ഈ ഒരു കേസിൽ ഉണ്ണി ശിവപാലിനെ അപ്പൊ തന്നെ നിർബന്ധിത ലീവിലേക്ക് പറഞ്ഞു വിടുന്നു. ഇത് ആർക്ക് കൊണ്ടു? ഈ പറയുന്ന അൻസിബ അടങ്ങുന്ന അംഗങ്ങൾക്ക് അത് വളരെ വലിയ ഒരു ക്ഷീണമായി. മനസ്സിലായോ? അതുകൊണ്ടാണ് അൻസിബ ഇപ്പൊ എന്ത് നേരിട്ട് ഇവർക്കെതിരായിട്ട് കേസുമായിട്ട് വന്നത് എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ അൻസിബ എന്ത് ചെയ്തു? ഈ അൻസിബയെ മുമ്പ് ഈ പറഞ്ഞ പരാമർശങ്ങൾ, അതായത് ലക്ഷ്മിപ്രിയ എന്താണ് ചെയ്തത്? പണ്ട് വളച്ചൊടിച്ച് പണ്ടെങ്ങോ നടന്ന ഒരു പ്രശ്നവും ഇല്ലാത്തൊരു സാധനത്തിന് വളച്ചൊടിച്ചുകൊണ്ട് പരാതി കൊടുത്തു. അപ്പോൾ ഇവരിങ്ങനെ നോക്കിയപ്പോൾ അൻസിബ ആലോചിച്ചപ്പോൾ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നെ വംശീയമായിട്ട് പിന്നീട് ആക്ഷേപിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഞാൻ മതം മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ പലരെയും ചേർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കൂട്ടിക്കൊണ്ട് അൻസിബ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു. നേരെ തിരിച്ചടിച്ചതാണ്. അൻസിബ അവരുടെ കൂട്ടത്തിലുള്ള ആൺതരി ആരാണ്? ഈ പറയുന്ന ടിനി ടോമിനെതിരായിട്ട് ഒരു പരാതി കൊടുത്തു. അതിന്റെ കൂടെ ആര്? നീന കുറുപ്പും കൂടി. നീന കുറുപ്പിന് ദേഷ്യമുണ്ട്. നീന കുറുപ്പ് ഇത്രയും പച്ചയ്ക്ക് വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞ ലക്ഷ്മിപ്രിയ അവരുടെ പക്ഷത്താണ്. അപ്പൊ നീന കുറുപ്പും നല്ല ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്, ലക്ഷ്മിപ്രിയയും കൊണ്ട് ഒരു പരാതി കൊടുത്തു. ആര് പെട്ടു? ഇവിടെ മറ്റവര് പെട്ടു. മനസ്സിലായോ? താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്നുള്ളൊരവസ്ഥയിലേക്ക് ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും അടങ്ങുന്ന സംഘം പെട്ടുപോയി. ടിനി ടോമും അടങ്ങുന്ന സംഘം പെട്ടുപോയി എന്നുള്ളതാണ്. കാരണം ഈ പരാതി കൊടുത്തപ്പോൾ ഇപ്പോ ഈ അൻസിബയുടെ പക്ഷത്തെ ന്യായമുള്ളൂ. കാരണം പരാതി ഗാർഹിക പീഡനം എന്നുള്ള പരാതി കൊടുക്കുമ്പോൾ ആദ്യം പരാതി അല്ലെങ്കിൽ കേസ് എടുക്കാനുള്ളത് സ്വന്തം ഭർത്താവിന്റെ പേരിലായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു ചാൻസും കാണില്ല. അപ്പൊ പരാതി എടുത്തിട്ടില്ലെങ്കിൽ ഗാർഹിക ഇപ്പൊ ഒരു എസ്ഐ എടുത്തെന്ന് പറയുന്നു, എന്റെ ഭർത്താവ് എന്നെ ഗാർഹിക പീഡനം നടത്തി, ഇന്നൊരു മെസ്സേജ് കാരണം. അപ്പൊ എന്ത് ചെയ്യണം? അവൻ ഈ ഭാര്യയ്ക്ക് പരാതി ഉണ്ടോ പരാതിയില്ലേ, ആ ഭർത്താവിന്റെ പേരിൽ എന്ത് ചെയ്യണം? കേസ് എടുക്കണം. അങ്ങനെ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ലെന്നാണ് അൻസിബ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആര് പെട്ടു? ലക്ഷ്മിപ്രിയ ഉൾപ്പെടുന്ന ടീം പെട്ടു എന്നുള്ളതാണ്. ലക്ഷ്മിപ്രിയ, ശ്വേതാ മേനോൻ ഉൾപ്പെടുന്ന ടീം പെട്ടു, അക്ഷരാർത്ഥത്തിൽ പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ തന്നെ വേണം. കാരണം അൻസിബയുടെ ഭാഗത്ത് പിന്നെ ന്യായമുണ്ട്. അൻസിബ പറയുന്നത് വളരെ കൃത്യമായിട്ട് കണക്ക് വെച്ച് ന്യായമായിട്ടുള്ള കാര്യം. മറ്റുള്ളവരെ കള്ളക്കേസിൽ കുടുക്കി ഇവരെ അപമാനിക്കുകയും ഇവരെ കൂട്ടത്തിലുള്ളവരെയൊക്കെ പിരിച്ചുവിടാൻ വേണ്ടി അവർ ശ്രമിച്ചു. ഞാൻ കാണിച്ചു തരാം, നമ്മളെ വേക്കിൽ നിന്ന് നമുക്കെതിരായിട്ട് നിനക്കൊക്കെ ഞാൻ കാണിച്ചു, നമ്മൾ ആരെന്ന് നിനക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ അൻസിബ എടുത്ത് പോയി കളിച്ചു. അൻസിബ ആള് നമ്മൾ ബിഗ് ബോസിൽ തന്നെ കണ്ടിട്ടുണ്ട്. അവൾക്ക് നല്ല ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവളിങ്ങനെ പമ്മ ഇരുന്നാലും എല്ലാം പറയുന്നതൊക്കെ കുറിച്ച് കൊടുക്കുന്ന സാധനങ്ങളെ അവളെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വിത്ത് എവിഡൻസ് ഡയറക്റ്റ് അവർക്ക് കിട്ടുമെന്ന് കൊടുത്തു. ഇപ്പം ആകെ കൂടി പെട്ടിരിക്കുന്ന ആരാണ്? ശ്വേതാ മേനോൻ ഉൾപ്പെടുന്ന അംഗങ്ങളാണ് പെട്ടിരിക്കുന്നത്. ലക്ഷ്മിപ്രിയ കാണാനേ ഇല്ല, വാ അടഞ്ഞിരിക്കുന്നത്. അയ്യോ പറ്റിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ ലക്ഷ്മിപ്രിയ ഇരിക്കുന്നത്. 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നത്. 1-2 പൈസ ഇല്ല, 1 കോടി രൂപ. അതും കൂടി ഞാൻ ഇവിടെ വെക്കാം. സിനിമാ സംഘടനയായ അമ്മയിലെ തർക്കം അത് ഇപ്പോഴും തുടരുകയാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപമാനിക്കപ്പെട്ടെന്നും അതിൽ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് പരാതി നൽകിയിരിക്കുന്നു നടി അൻസിബ. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ സ്റ്റേഷനിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് പരാതിയിലുള്ളത്. തന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അപമാനിച്ചതിൽ SIയെ കൂടാതെ നടി ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവിനും പങ്കുണ്ട് എന്നും പരാതിയിൽ ആരോപിക്കുന്നു. S അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ട്. അരുൺ, കുറച്ച് ദിവസങ്ങളായി ഈ ഒരു കുറച്ച് വാർത്തയുണ്ട്, വീഡിയോ ലെന്തായി പോകും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 കോടി രൂപ
ഒന്ന് സർക്കാർ തരണം, അല്ലെങ്കിൽ അമ്മ സംഘടന അല്ലെങ്കിൽ ഇവരിന്ന് പിരിച്ചു തരണം എന്നുള്ളത് വളരെ കൃത്യമാണ്, വളരെ സ്ട്രോങ് ആയിട്ടാണ് അവർ പോയിരിക്കുന്നത്. കാരണം അവരെ ഒരു പിടി മുറുക്കിയപ്പോൾ 4 സൈഡിൽ നിന്നുള്ള അറ്റാക്ക് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഒരു കോമൺ സെൻസ് ആർക്ക് ചിന്തിച്ചാലും മനസ്സിലായി ഇത് എങ്ങനെയാണ് അടി തുടങ്ങിയത്, എന്തുകൊണ്ടാണ് അൻസിബ ഇപ്പം മുന്നിട്ട് വന്നുകൊണ്ട് ഇവർക്കെതിരായിട്ട് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അത് ഈ പറയുന്ന ശിവപാൽ അല്ലേ, ഉണ്ണി ശിവപാലിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അൻസിബ ഡയറക്റ്റ് ആയിട്ട് വന്ന് ഇവർക്കെതിരായിട്ട് വാളെടുത്ത് വെട്ടാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷേ അൻസിബയുടെ കയ്യിൽ ഭാഗത്ത് ന്യായമുണ്ട്, തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ ശ്വേതാ മേനോൻ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, ജനറൽ മീറ്റിങ്ങിന് മുമ്പ് ഇതിനെങ്കിലും പറഞ്ഞു ഒതുക്കാൻ വേണ്ടി ശ്രമിക്കും. അതിൽ 1-ാം തീയതി നമുക്ക് റെഡിയാക്കാം എന്നൊക്കെ. അപ്പം അൻസിബ അവിടെ തിരിച്ചെടുത്തത് അതൊന്നും പറ്റൂല. വേണമെങ്കിൽ നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോവാ. ജഗദീഷ്, ഈ പറയുന്ന ആരാണ്, രമേശ് പിഷാരടി, മാലാ പാർവതി, അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നാൽ മാത്രമേ ഞാൻ വരുള്ളൂ. സത്യമല്ലേ? ഇവരെ ഫണ്ടിലല്ലേ ഇവർക്കെതിരെ ഞാൻ പരാതി കൊടുത്തത്, അവരെ ഫണ്ടിൽ ചെന്ന് ന്യായം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? എന്തായാലും 8 നിലയിൽ പൊട്ടി എന്നുള്ളതാണ്. ഇനി എനിക്കിന്റെ സംശയം ലക്ഷ്യപ്രിയ ആരുടെ അടുത്ത് പോകണം വോട്ട് എടുത്തത് എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി കാണാം.